നമസ്കാരം. തിരുവനന്തപുരം ജില്ലയുടെ രാഷ്ട്രീയ ഹൃദയഭൂമിയായ നേമം വീണ്ടും ചർച്ചാ കേന്ദ്രമാകുന്നു. ഒരു പതിറ്റാണ്ട് മുമ്പ് ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ നേടിയ നേമം ഇന്ന് വികസനത്തിന്റെയും മതേതരത്വത്തിന്റെയും പാതയിൽ ചുവടുറപ്പിച്ചിരിക്കുകയാണ്. 2021 കരുത്തുറ്റ പോരാട്ടത്തിലൂടെ വർഗീയ രാഷ്ട്രീയത്തിന് മണ്ണില്ലെന്ന് പ്രഖ്യാപിച്ച നേമത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കാം. കേരളം ഉറ്റുനോക്കിയ രാഷ്ട്രീയ പരീക്ഷണശാല, വികസന തുടർച്ചയുടെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും നെഞ്ചിലേറ്റിയ ജനത, മാറ്റത്തിന്റെ കാഹളം മുഴക്കിയ മണ്ഡലം. വി ശിവൻകുട്ടിയിലൂടെ ഇടതുപക്ഷം തിരിച്ചുപിടിച്ച ഈ മണ്ഡലത്തിൽ ഇന്ന് ചർച്ചയാകുന്നത് 5 വർഷത്തെ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റങ്ങളാണ്. വർഗീയതയെ വികസനം കൊണ്ട് നേരിടാമെന്ന LDF നയത്തിന്റെ വിജയഗാഥയാണ് ഇന്ന് നേമം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഈ വികസന തുടർച്ചയും രാഷ്ട്രീയ ബോധ്യവും തന്നെയാകും ഇടതുപക്ഷത്തിന്റെ കരുത്ത്. കേരളം ഉറ്റുനോക്കുന്ന പോരാട്ട ഭൂമിയായ നേമം 2026-ലും രാഷ്ട്രീയ മാറ്റങ്ങളുടെ കേന്ദ്രബിന്ദുവാകുന്നു. 2016-ൽ സംഘപരിവാർ ശക്തികൾ അക്കൗണ്ട് തുറന്ന ഈ മണ്ണിൽ 2021-ൽ വി ശിവൻകുട്ടിയിലൂടെ ചെങ്കൊടി പാറിച്ചത് വെറുമൊരു വിജയമായിരുന്നില്ല, മറിച്ച് വർഗീയതയ്ക്ക് കേരളത്തിൽ സ്ഥാനമില്ലെന്ന ജനവിധിയായിരുന്നു. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആയിരിക്കുന്ന കാലം മുതൽ തലസ്ഥാന നഗരിയുടെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ സ്വാധീനവും കഴിഞ്ഞ 5 വർഷത്തെ സമാനതകളില്ലാത്ത വികസനങ്ങൾ ഉയർത്തിപ്പിടിച്ചും ഭരണ തുടർച്ചയുടെ കരുത്തിൽ ഇടതുപക്ഷം നേമത്ത് ജനവിധി തേടുകയാണ്. 2021-ലെ ശക്തമായ ത്രികോണ മത്സരത്തിൽ കുമ്മനം രാജശേഖരനെയും കെ മുരളീധരനെയും പരാജയപ്പെടുത്തി ബി.ജെ.പിയിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിച്ച ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്താകെ കൊണ്ടുവന്ന മാറ്റങ്ങൾക്കൊപ്പം സ്വന്തം മണ്ഡലത്തിലെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. CITU നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ബന്ധവും വോട്ടായി മാറുന്ന കാഴ്ച തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ളക്കെട്ട് പരിഹരിക്കൽ, റോഡ് നവീകരണം, പുതിയ സർക്കാർ ഓഫീസുകൾ എന്നിവ വഴി മണ്ഡലത്തിൽ ഉണ്ടായ ദൃശ്യമായ മാറ്റങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും വിദ്യാർത്ഥികളുമായി അദ്ദേഹം പുലർത്തുന്ന അടുത്ത ബന്ധവും കുടുംബ വോട്ടുകളെ സ്വാധീനിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായ KS ശബരിനാഥൻ, മുൻ നിയമസഭാ സ്പീക്കറും കോൺഗ്രസ് നേതാവുമായ G കാർത്തികേയന്റെ മകൻ എന്ന നിലയിലാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത്. രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ കരുത്തിൽ മാത്രം നിയമസഭയിൽ എത്തിയ നേതാവാണ് ശബരിനാഥൻ. സ്വന്തമായി രാഷ്ട്രീയ അടിത്തറ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെന്ന് പറയാൻ സാധിക്കും. ചാനൽ ചർച്ചകളിൽ UDFന്റെയും കോൺഗ്രസിന്റെയും വാദങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു അർബൻ ഇമേജ് ഉണ്ടെങ്കിലും താഴെ തട്ടിലെ ജനകീയ അടിത്തറയിൽ ഇടിവുണ്ടായതായി വിലയിരുത്തപ്പെടുന്നു. കോൺഗ്രസിന്റെ യുവനിരയിലെ ശ്രദ്ധേയനായ നേതാവാണെങ്കിലും വികസനത്തെക്കാൾ ഉപരിയായി സർക്കാരിനെതിരെയായ വിവാദങ്ങൾ നിർമ്മിക്കാനാണ് ശബരിനാഥൻ ശ്രമിക്കുന്നത്. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയും വ്യവസായിയുമാണ്. കേരളത്തിൽ BJPയെ വളർത്താൻ ശ്രമിക്കുന്ന വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായിട്ടാണ് സ്വയം അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കിയ മോദി സർക്കാരിന്റെ പ്രധാനിയായിരുന്നു അദ്ദേഹം. ജനക്ഷേമത്തെക്കാൾ കോർപ്പറേറ്റ് ലാഭത്തിന് മുൻതൂക്കം നൽകുന്ന നവർ ലിബറൽ നയങ്ങളുടെ വക്താവാണ് രാജീവ് ചന്ദ്രശേഖർ. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും കേരളത്തിലെ മതേതര അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പ്രതിനിധീകരിക്കുന്നത് ജനവിരുദ്ധമായ കോർപ്പറേറ്റ് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. നേമം പോലുള്ള മതേതര മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തടയാൻ രാഷ്ട്രീയമായ ബോധവൽക്കരണം അനിവാര്യമാണ്. ഇനി 2021-ലെ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി 55,837 വോട്ടുകളും UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ 36,524 വോട്ടുകളും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 51,888 വോട്ടുകളും നേടി. അതിൽ 38.49% LDF ആണ് വിജയിച്ചത്. 2016-ൽ 47.46% BJP ആണ് വിജയിച്ചത്. കടുത്ത മത്സരം നടന്ന മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത്. 59,000-ലധികം വോട്ടുകൾ നേടിയ അദ്ദേഹം തന്റെ അടിത്തറ ഭദ്രമാക്കിയിട്ടും UDFന്റെ വോട്ടുകൾ BJP പാളയത്തിൽ എത്തിയതാണ് തിരിച്ചടിയായത്.
കോൺഗ്രസ് വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകിയതാണ് O രാജഗോപാലിന്റെ വിജയത്തിന് ആധാരമായത്. 2021 കോൺഗ്രസ് K മുരളീധരനെ ഇറക്കി വോട്ട് കച്ചവട ആരോപണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ വിശ്വസിച്ചത് ഇടതുപക്ഷത്തെയാണ്. BJPയുടെ സിറ്റിംഗ് സീറ്റിൽ B ശിവൻകുട്ടി തിളക്കമാർന്ന വിജയം നേടി BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. BJPയുടെ വോട്ടുകൾ 2016 അപേക്ഷിച്ച് 15,000-ഓളം കുറഞ്ഞപ്പോൾ LDF തങ്ങളുടെ വോട്ട് കൃത്യമായി നിലനിർത്തി. 2016 UDFന്റെ വോട്ട് കച്ചവടത്തിലൂടെ താമര വിരിഞ്ഞ ഈ മണ്ണിൽ 2021 B ശിവൻകുട്ടിയിലൂടെ ഇടതുപക്ഷം അക്കൗണ്ട് ക്ലോസ് ചെയ്തത് വർഗീയതയ്ക്കെതിരായ കേരളത്തിന്റെ താക്കീതായിരുന്നു. 2026 തെരഞ്ഞെടുപ്പിലും ചരിത്രം ആവർത്തിക്കാനാണ് LDF ലക്ഷ്യമിടുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന കരുത്തുറ്റ മുദ്രാവാക്യം ഉയർത്തി വികസനവും ജനക്ഷേമവും മുൻനിർത്തിയാണ് ഇടതുപക്ഷത്തിന്റെ പോരാട്ടം. കോർപ്പറേറ്റ് താല്പര്യങ്ങളുമായി വരുന്ന രാജീവ് ചന്ദ്രശേഖറിനും രാഷ്ട്രീയ പാരമ്പര്യം മാത്രം കൈമുതലായുള്ള കോൺഗ്രസിനും ഈ മതേതര കോട്ടയിൽ എന്ത് പ്രസക്തിയെന്ന് വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നു. അടുത്തതായി നമ്മൾ വിലയിരുത്താൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മണ്ഡലമാണ്. കേരള നിയമസഭയുടെ ചരിത്ര പുസ്തകത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ട മണ്ഡലം. വികസനത്തിന്റെ ചിറകിലേറി കണ്ണൂർ ലോകത്തിന് മുൻപിൽ വാതിൽ തുറന്ന മണ്ണ്. അതെ, ഇത് മട്ടന്നൂർ. ഒരു വശത്ത് വിപ്ലവ പാരമ്പര്യത്തിന്റെ കരുത്തുറ്റ വേരുകൾ, മറുവശത്ത് വിമാനത്താവളമടക്കം കൈവന്ന അതിവേഗ വികസനത്തിന്റെ വിസ്മയ കാഴ്ചകൾ. കഴിഞ്ഞ തവണ കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം സമ്മാനിച്ച മട്ടന്നൂരിന്റെ ചുവപ്പ് കോട്ടയിൽ ഇക്കുറിയും ആവേശം വാനോളമാണ്. എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി ഇടതുപക്ഷം പടയോട്ടം തുടരുമ്പോൾ മട്ടന്നൂരിലെ ഓരോ വോട്ടർമാർക്കും പറയാനുള്ളത് വികസനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥകളാണ്. മട്ടന്നൂർ കേവലം ഒരു മണ്ഡലമല്ല, ഇടതുപക്ഷത്തിന്റെ അജേയമായ കോട്ടയാണ്. 2021 KK ശൈലജ ടീച്ചർ നേടിയ 60,000-ലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം ഇന്നും വലതുപക്ഷ രാഷ്ട്രീയത്തെ അമ്പരിപ്പിക്കുന്ന കണക്കാണ്. 2026 ആ ആവേശം നിലനിർത്താനാണ് LDF ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മട്ടന്നൂരിൽ നടന്ന വികസന പ്രവർത്തനങ്ങളാണ് LDFന്റെ പ്രധാന പ്രചരണ വിഷയങ്ങൾ. കണ്ണൂർ എയർപോർട്ടും അതിനെ കേന്ദ്രീകരിച്ചു വന്ന തൊഴിലവസരങ്ങളും, കിഫ്ബി പദ്ധതികൾ വഴി സ്കൂളുകളുടെയും ആശുപത്രികളുടെയും നവീകരണം, റോഡ് വികസനം വഴി ഗ്രാമങ്ങളെ കോർത്തിണക്കുന്ന BNBC നിലവാരത്തിലുള്ള റോഡുകൾ എന്നിവയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ VK സനോജ് DYFI സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലെ യുവജനങ്ങളുടെ വികാരം തൊട്ടറിഞ്ഞ നേതാവാണ്. സമരഭൂമികളിലെ അനുഭവ സമ്പത്തും സംഘടനാ പാഠവും സനോജിനെ മട്ടന്നൂരിന്റെ പ്രിയങ്കരനാക്കുന്നു. മണ്ഡലത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന സനോജിന്റെ ശൈലി ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. കുടുംബയോഗങ്ങളിലും പൊതുപരിപാടികളിലും സനോജിന് ലഭിക്കുന്ന സ്വീകാര്യത ഇടതുപക്ഷ ക്യാമ്പുകളിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നു. KK ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ ഉണ്ടാക്കിയ വികസന കുതിപ്പിന്റെ 2ാം ഘട്ടമാണ് സനോജിലൂടെ ഇടതുപക്ഷം വിഭാവനം ചെയ്യുന്നത്. ടീച്ചർ തുടങ്ങിവെച്ചു, സനോജ് പൂർത്തിയാക്കും എന്നതാണ് മണ്ഡലത്തിന്റെ പൊതുവികാരം. 60,000 കടന്ന ഭൂരിപക്ഷം നിലനിർത്തുക എന്ന വെല്ലുവിളിയല്ല, മറിച്ച് ഓരോ വോട്ടും വികസനത്തിനുള്ള അംഗീകാരമാക്കി മാറ്റുകയാണ് സനോജിന്റെ ലക്ഷ്യം. UDF സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരിക്ക് കഴിഞ്ഞ തവണത്തെ കൂറ്റൻ ഭൂരിപക്ഷം മറികടക്കുക എന്നത് പ്രയാസമാണ്. ചന്ദ്രൻ തില്ലങ്കേരിയെ പോലെ ഒരു പ്രാദേശിക നേതാവിനെ മുൻനിർത്തി രാഷ്ട്രീയ വോട്ടുകൾ സമാഹരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. എന്നാൽ ശൈലജ ടീച്ചർ നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളായ സാധാരണ വോട്ടർമാർക്കിടയിൽ ഈ രാഷ്ട്രീയ തന്ത്രം എത്രത്തോളം ഫലിക്കുമെന്നത് കണ്ടറിയാം. VK സനോജിന്റെ യുവത്വവും സംഘടനാ ശക്തിയും മട്ടന്നൂരിന്റെ ഓരോ വീടുകളിലും എത്തിക്കഴിഞ്ഞു. UDFൽ നിലനിന്നിരുന്ന പല ഇഷ്ടക്കേടുകളും പ്രചാരണ രംഗത്തും നിഴലിച്ചു കാണാമായിരുന്നു. പ്രാദേശിക സ്വാധീനം അവകാശപ്പെടുമ്പോഴും VK സനോജ് എന്ന യുവനേതാവ് ഉയർത്തുന്ന പ്രസരിപ്പിനോ വികസന രാഷ്ട്രീയത്തിനോ ബദൽ വെക്കാൻ UDFന് സാധിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ചു തിരഞ്ഞെടുപ്പുകളിലായി UDFന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് ചോർച്ച തടയുക എന്നതിനുപരി ഒരട്ടിമറി വിജയം സ്വപ്നം കാണാൻ പോലും ഇത്തവണ വലതുപക്ഷത്തിന് സാധിക്കില്ല എന്നതാണ് മണ്ഡലത്തിലെ സ്പന്ദനം. ചന്ദ്രൻ തില്ലങ്കേരിയെ ഇറക്കി മത്സരം കടുപ്പിക്കാൻ നോക്കിയ UDFന് ബിജു ഏലക്കുഴിയുടെ വരവ് വലിയ വെല്ലുവിളിയാണ്. BJP സ്ഥാനാർത്ഥിയായ ബിജു ഏലക്കുഴി കഴിഞ്ഞ കുറച്ചു തിരഞ്ഞെടുപ്പുകളിലായി BJPയുടെ സ്ഥിരം മുഖമായി മാറിയിരിക്കുകയാണ്.
2011 മുതൽ മട്ടന്നൂരിൽ ജനവിധി തേടുന്ന ഇദ്ദേഹത്തിന് BJPക്ക് നാമമാത്രമായി വോട്ട് ഉയർത്താൻ കഴിഞ്ഞതല്ലാതെ ഇടതുപക്ഷത്തിന്റെ കരുത്തിന് മുന്നിൽ ഒരിക്കൽ പോലും ഭീഷണിയാകാൻ കഴിഞ്ഞിട്ടില്ല. 2021 KK ശൈലജ ടീച്ചറോട് ഏറ്റുമുട്ടിയപ്പോൾ വെറും 11% വോട്ടുകൾ മാത്രമാണ് ഇദ്ദേഹത്തിന് നേടാനായത്. ഇത്തവണ VK സനോജ് എന്ന യുവ പോരാളിക്ക് മുൻപിൽ ബിജു ഏലക്കുഴി അപ്രസക്തനാകുമെന്നാണ് രാഷ്ട്രീയ ചർച്ചകൾ. BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിലാകും വിള്ളൽ ഉണ്ടാകുക എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. സാധാരണയായി BJP വോട്ടുകൾ വർദ്ധിക്കുന്നത് UDFന്റെ അടിത്തറ ഇളക്കാനാണ് സാധ്യതയെന്ന് മുൻ തിരഞ്ഞെടുപ്പ് കണക്കുകൾ വ്യക്തമാക്കുന്നു. മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന മട്ടന്നൂരിൽ വർഗീയ വിഷം കലർത്താനുള്ള BJP നീക്കങ്ങളെ ജനങ്ങൾ ഓരോ തവണയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ കണ്ണൂർ വിമാനത്താവളം, കിൻഫ പാർക്ക്, ഹൈടെക് സ്കൂളുകൾ തുടങ്ങിയ വികസന നേട്ടങ്ങൾ മട്ടന്നൂരിലെ ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാൻ വർഗീയ മുദ്രാവാക്യങ്ങൾ കൊണ്ട് BJPക്ക് സാധിക്കില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രപരമായ വിജയമാണ് നേടിയത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം കുറിക്കപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിലാണ്. LDF സ്ഥാനാർത്ഥിയായി KK ശൈലജ 96,126 വോട്ടുകളോടെയാണ് വിജയിച്ചത്. 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അന്ന് നേടിയത്. UDF സ്ഥാനാർത്ഥി ഇല്ലിക്കൽ അഗസ്തി 35,166 വോട്ടുകളും BJP സ്ഥാനാർത്ഥി ബിജു ഏലക്കുഴി 18,223 വോട്ടുകളുമാണ് നേടിയത്. 2016 EP ജയരാജൻ നേടിയതിനേക്കാൾ വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമായി. UDF സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. BJP വോട്ട് വിഹിതം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച കോട്ടയായ ഇവിടെ ഇത്തവണയും പോരാട്ട വീര്യം അലതല്ലുകയാണ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തെ മഹാമാരിയിൽ നിന്ന് കാത്തു സൂക്ഷിച്ച KK ശൈലജ ടീച്ചർക്ക് മട്ടന്നൂർ നൽകിയത് വലിയ വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷമാണ്. മട്ടന്നൂർ എന്നും ഇടതുപക്ഷത്തിനൊപ്പമാണെങ്കിലും ഇത്രമേൽ വലിയൊരു ജനവിധി പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കി. മറുവശത്ത് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ UDFും അക്കൗണ്ട് തുറക്കാൻ BJPയും ശ്രമിക്കുമ്പോൾ കണ്ണൂരിന്റെ മനസ്സ് വ്യക്തമാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ആധുനികവൽക്കരണവും ഗ്രാമങ്ങളിലെ ഹൈടെക് സ്കൂളുകളും വികസിത റോഡുകളും നേടിയ മട്ടന്നൂരിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് ഒരേയൊരു കാര്യമാണ്: വികസന തുടർച്ച വേണം. ഇനി നോക്കാൻ പോകുന്നത് അടുത്ത മണ്ഡലമായ ധർമ്മടം മണ്ഡലമാണ്. കേരളത്തിലെ പ്രശസ്തമായ ധർമ്മടം മണ്ഡലം വിപ്ലവ മണ്ണിൽ നിന്ന് വികസനത്തിന്റെ മഹാമാതൃക തീർക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. കേരള രാഷ്ട്രീയത്തിലെ ചുവപ്പൻ കരുത്തിന്റെ ആസ്ഥാനം. കടലും കായലും പച്ചപ്പും അതിരിടുന്ന ധർമ്മടത്തിന്റെ മണ്ണ് പണ്ടേ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കേന്ദ്രമാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ മണ്ഡലം കൈവരിച്ച മാറ്റം അത്ഭുതകരമാണ്. കേവലം ഒരു VIP മണ്ഡലം എന്നതിലുപരി സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ധർമ്മടം ഇന്ന് ഒന്നാമതാണ്. 2026 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി പിണറായി വിജയൻ തുടർച്ചയായ 3ാം വിജയവും LDFന്റെ തുടർ ഭരണവും ലക്ഷ്യമിട്ട് ജനവിധി തേടുകയാണ്. 2016 മുതൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും സാധാരണക്കാരന്റെ പൾസ് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. കേരളത്തിന്റെ വികസനത്തിന്റെ മുഖമാണ് അദ്ദേഹം. പിണറായി വിജയന്റെ വികസനങ്ങൾ ധർമ്മടം മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നവയല്ല, മറിച്ച് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. അദ്ദേഹം നടപ്പിലാക്കിയ ചില വികസനങ്ങൾ ഇവയൊക്കെയാണ്: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കൊച്ചി വാട്ടർ മെട്രോ, K-ഫോൺ, ഗെയിൻ പൈപ്പ് ലൈൻ, ലൈഫ് മിഷൻ, ദേശീയപാത വികസനം, ആർദ്ര മിഷൻ വഴി ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും പൂർണ്ണമായി ഹൈടെക് ആക്കിയ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റി എന്നിവയൊക്കെയാണ്. UDF സ്ഥാനാർത്ഥി PV അബ്ദുൾ റഷീദ് കണ്ണൂർ ജില്ലയിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനും മികച്ച സംഘാടകനുമാണ്. 2021 തളിപ്പറമ്പിൽ MP ഗോവിന്ദനോട് പരാജയപ്പെട്ട റഷീദിനെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് UDFിലെ തന്നെ ചില വിഭാഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്.
സർക്കാരിന്റെ വികസന പദ്ധതികളെ എതിർക്കുന്ന UDF നയം വികസനം ആഗ്രഹിക്കുന്ന ധർമ്മടത്തെ വോട്ടർമാർക്കിടയിൽ റഷീദിന് തിരിച്ചടിയാകും. BJP സ്ഥാനാർത്ഥി K രഞ്ജിത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ CK പത്മനാഭൻ നേടിയ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടുക എന്നത് വലിയ വെല്ലുവിളിയാണ്. പെട്രോൾ ഡീസൽ വില വർധനയും പാചകവാതക വിലക്കയറ്റവും സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്ന രഞ്ജിത്തിനെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ ധർമ്മടത്ത് BJPക്ക് എത്രത്തോളം വേരോട്ടമുണ്ടാക്കാൻ കഴിയുമെന്നത് ഫലം തെളിയിക്കും. 2021 LDF സ്ഥാനാർത്ഥി പിണറായി വിജയൻ 95,522 വോട്ടുകളും UDF സ്ഥാനാർത്ഥി C രഘുനാഥ് 45,399 വോട്ടുകളും BJP സ്ഥാനാർത്ഥി CK പത്മനാഭൻ 14,624 വോട്ടുകളും നേടി. 50,123 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ നിന്നും ജയിച്ചത്. UDF BJP സ്ഥാനാർത്ഥികൾക്ക് പിണറായി വിജയനെതിരെ ഒരു തരത്തിലുള്ള വെല്ലുവിളിയും ഉയർത്താൻ കഴിയില്ല. കാരണം 10 വർഷം കൊണ്ട് അദ്ദേഹം നേടിയ വികസനത്തിന് മുൻപിൽ ഇതെല്ലാം നിഷ്പ്രഭമാണ്. ജനകീയ നേതാവ് എന്ന നിലയിലും വികസനം മുഖമുദ്രയാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.